നമ്മുടെ ജോസ് ജംഗ്ഷനാണ്, എറണാകുളം ജോസ് ജംഗ്ഷനിലാണ്. ഇവിടെ യുവറാണി ഹോട്ടൽ, യുവറാണി റെസിഡൻസി എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇന്ന് കയറാൻ പോകുന്നത്. ഇവിടെ കയറാൻ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ എപ്പോഴും സീ ഫുഡ് ഫെസ്റ്റിവൽസ് നടക്കുന്നതാണ്. ആ സീ ഫുഡ് ഫെസ്റ്റിവൽസിലും ഏറ്റവും കൂടുതൽ എന്താ പറയുക, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്, അതിൻ്റെ ഫെസ്റ്റിവലാണ് ഇവിടെ നടക്കുന്നത്. അതായത് ക്രാബ് ഫെസ്റ്റിവലാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഈ ക്രാബ് ഫെസ്റ്റിവലിലെ ടേസ്റ്റ് അറിയാനും വിഭവങ്ങൾ അറിയാനും വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. എൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ തന്നെ കാണാം ക്രാബ് ഫെസ്റ്റ് ഫ്രം 28 ഫെബ്രുവരി, 28-ാം തീയതി മുതൽ തുടങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ഈ ഫെസ്റ്റിവൽ ഉണ്ടാവും. ബാക്കി വിശേഷങ്ങളും ടേസ്റ്റും എല്ലാം നമുക്ക് ഉള്ളിൽ പോയിട്ട് അറിയാം. വാ. ഇത് ജോസ് പ്രദീപ് സാറാണ് ഇതിൻ്റെ MD. സാറാണ് ഇതിൻ്റെ MD. ഞാൻ കേട്ടിട്ടുണ്ട് സാറേ, നമ്മൾ ശരിക്കും ഇവിടെ കൊച്ചിയിൽ തന്നെ വളരെ അധികം പഴക്കം ചെന്ന ഹോട്ടലിലൊന്നാണ് യുവറാണി. എത്ര നാളായി? ഏകദേശം 39 ഇയേഴ്സ് കഴിഞ്ഞു. ഇപ്പോൾ 39 ഇയേഴ്സ് ആയിരുന്നു തുടങ്ങിയിട്ട്. ഞങ്ങളിത് ഈ 3 സ്റ്റാർ ഹോട്ടൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 16 കൊല്ലമായി. 3 സ്റ്റാർ മുമ്പ് സാധാരണ റെസ്റ്റോറൻ്റ് ആയിരുന്നു, വിത്ത് റൂംസ് ആൻഡ് ബാർ ആയിരുന്നു. ഞങ്ങളാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ സീ ഫുഡ് ആദ്യമായിട്ട് കൊച്ചിയിൽ കൊടുത്തു തുടങ്ങിയത്. എല്ലാ മാസവും ഞങ്ങൾ ഒരു ഫെസ്റ്റിവൽ ഇടാറുണ്ട്. കാരണം ആരും കഴിക്കാത്തൊരു സ്പെഷ്യാലിറ്റി ഇടണം എന്നാണ് ഞങ്ങൾക്ക് താല്പര്യം. എല്ലാവരും എല്ലാം ചെയ്യുന്നതാണല്ലോ, സംതിങ് ഡിഫറെന്റ്. ക്രാബ് കൊണ്ടൊരു ഫെസ്റ്റിവല് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ക്രാബ് സ്പെഷ്യാലിറ്റി അത് മാത്രമാക്കിയിട്ട് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ക്രാബിന് ഞങ്ങള് മുമ്പൊക്കെ നമ്മൾ ലൈവ് ക്രാബിനെ കൊണ്ടുവന്നിട്ട് ചെയ്യുമായിരുന്നു. ലൈവ് ക്രാബിനെ കൊണ്ടുവന്നിട്ട്, പക്ഷെ അതൊക്കെ ഇപ്പം വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾ ലൈവ് കരിമീനെ കൊണ്ടുവന്നിട്ട് പിടിച്ച് ജീവനോടെ പിടിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി സ്പെഷ്യാലിറ്റി പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളാണ് പണ്ട് ഈ 3 സ്റ്റാർ ഹോട്ടലുകളൊന്നും ഇല്ലായിരുന്ന കാലത്ത് ഈ കൊഴുവ, വേളൂരി അങ്ങനെയുള്ള ചെറിയ ചെറിയ മീനുകൾ ഹോട്ടൽ ഇൻഡസ്ട്രിയിലോട്ട് ഞങ്ങളാണ് കൊണ്ടുവന്നത്. എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും. കാരണം അതിനോട് കാരണം കക്ക ഇറച്ചി ഇതൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രമായിരുന്നു. അതൊക്കെ നമ്മളിവിടെ കൊടുത്തു തുടങ്ങും. ചാള, ഇപ്പം മത്തി, അയിലയൊക്കെ ഇവിടെ എപ്പോൾ വന്നാലും ഉച്ചയ്ക്ക് നല്ല മത്തി വറുത്തതും എല്ലാം കിട്ടും. പണ്ടൊക്കെ കള്ള് ഷാപ്പുകളിലും വീടുകളിലും മാത്രം കിട്ടിയിരുന്ന സാധനങ്ങളത്. അപ്പം ഞങ്ങൾ അത് ഡൈനിങ് ടേബിളിലേക്ക് പിന്നെ മീൻ്റെ മുട്ട അത് ഒരു പ്രത്യേക സ്പെഷ്യാലിറ്റിയാണ് ഞങ്ങളുടെ. മീൻ്റെ തലക്കറി, കപ്പ, എവറിത്തിങ്. ഞങ്ങളുടെ ബാറിലെ ഏറ്റവും കൂടുതൽ പോകുന്ന കപ്പയും മീൻ കറിയാണ്, മീൻ പറ്റിച്ചതാ. അതെ അതെ. 60 കവേഴ്സ് ആണ് റെസ്റ്റോറൻറ്റ് കവേഴ്സ്. പിന്നെ ബാറിൽ 40 കവേഴ്സ് ഉണ്ട്. 38 റൂംസ് ഉണ്ട്. നമുക്ക് നല്ല ഓക്യുപ്പൻസി ഉണ്ട്. പിന്നെ ഇവിടെ വരുന്ന ഗസ്റ്റ് തന്നെ സീ ഫുഡ് നന്നായിട്ട് കഴിക്കാറുണ്ട്. കരിമീനും ഒക്കെ നന്നായിട്ട്. കരിമീൻ നമ്മുടെ തവ ചെയ്ത് കൊടുക്കുന്നൊരു സ്പെഷ്യാലിറ്റി ഇവിടെ. എണ്ണയൊന്നും ഇല്ലാതെ, എണ്ണയില്ലാതെ നമ്മൾ നമ്മുടെ കേരള മസാല ചെയ്തിട്ട് തവ ചെയ്ത് കൊടുക്കും. അത് നല്ല ചൂടോടെ കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. പൊതുവെ പറയുന്നത് കൊച്ചി, തിരുവനന്തപുരം, കന്യാകുമാരി ഈ 3 സ്ഥലത്തെ മീനാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് പറയും. കാരണം വെള്ളം അത്രയും ക്ലീനാന്ന് പറയും. ബോംബെയിലെ ഫിഷസ് കൊള്ളൂല എന്ന് പറയും എല്ലാവരും. ഞാൻ പോയിട്ടുണ്ട്, അപ്പോഴും മറ്റേ ചാലൊക്കെ വന്ന് മൊത്തം ബീച്ചിലോട്ടും വെള്ളത്തിലോട്ടാണ് പോകുന്നത്. അപ്പൊ എന്തായാലും സാർ അധികം കത്തി വയ്ക്കുന്നില്ല, നമുക്ക് കിച്ചണിലേക്ക് നമ്മുടെ ഫെസ്റ്റിവൽ ആണെന്ന സ്ഥലത്തോട്ട് റെസ്റ്റോറൻറ്റ്. ഞങ്ങളുടെ തീം തന്നെ ചീനവലയാണ്. ഇതൊരു ഫോറിനർ വരച്ചിട്ടില്ല, അത് ഞങ്ങൾ അതുകൊണ്ട് അത് കളയാതെ വെച്ചേക്കണേ. ഞങ്ങൾ ഈ ഹോട്ടൽ പണിതുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി ഇവിടെ വന്നു റെസ്റ്റോറൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ കൊച്ചിയിൽ കുറച്ച് നാളായി ഇങ്ങനെ നടക്കുന്നത്, ഞാൻ പെയിൻറ്റിങ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഡിഡ് ഇറ്റ് ഫ്രീ. നമ്മുടെ ഫോർട്ട് കൊച്ചിയില ഇതാ പുള്ളി ചെയ്തേക്കുന്നത്. ഞാൻ അത് മാറ്റാതെ ഇട്ടേക്കുന്നത് അതുകൊണ്ടാണ്. ഇതിനുള്ളിൽ ഒരു കപ്പലിനുള്ളിൽ ഇരിക്കുന്ന ഒരു പ്രതീതിയാണ്. കപ്പലിനുള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ആ ഒരു ഡെക്ക് ഫീൽ നമുക്ക് ഫീൽ ചെയ്യും. അതെ, ഞാൻ ആ ഒരു ചെയറും ഇങ്ങനത്തെ ഓരോരോ സെപ്പറേഷൻസ് എല്ലാം ഡെക്ക് ഫീൽ വെച്ചിരിക്കുന്നുണ്ട്.
ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഇനിയിപ്പോൾ ഡയറക്റ്റ് നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഒരു സെയിം അത് തന്നെ ഒരു ഷിപ്പ്. അതാണ് കിച്ചൺ. നമ്മുടെ കിച്ചണാണ്. എക്സിക്യൂട്ടീവ് ഷെഫാണ് സുരേഷ്. സുരേഷ് സീ ഫുഡ് എക്സ്പേർട്ടാണ്, സ്പെഷ്യലിസ്റ്റ് ആണ്. ചൈനീസും ചെയ്യും. അപ്പോൾ എന്തായാലും ഇന്നത്തെ സ്പെഷ്യൽ ഫുള്ള് നമുക്ക് സുരേഷ് ആയിരിക്കും എക്സിക്യൂട്ടീവ് ഷെഫാണ്. അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ തമ്മിൽ ബാക്കിയല്ല. താങ്ക് യു സോ മച്ച്. പിന്നീട് കാണാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? നമ്മൾ ഒന്ന് ചൈനീസ് ചില്ലി ക്രാബ്. ചൈനീസ് ചില്ലി ക്രാബ്. അപ്പോൾ നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ക്രാബിൻ്റെ വിത്ത് ഷെല്ലോട് കൂടി. വിത്ത് ഷെല്ല്. പിന്നെ ക്രാബ് മീറ്റ് ഉണ്ട്. ക്രാബ് മീറ്റ് ബോൾ എന്ന് പറഞ്ഞ ഒരു ഐറ്റം കൂടെ. രണ്ട് ഐറ്റംസ് ആണ്. ആദ്യം ചൈനീസ് ചില്ലി ക്രാബ് ആണ്. ഇത് നമ്മൾ ബോയിൽ ചെയ്ത ക്രാബാണ് ഉപയോഗിക്കുന്നത്. ബോയിൽ ചെയ്ത ക്രാബ് നമ്മൾ വേവിച്ച് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചാണ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെറിയ പീസാക്കണം. ചെറിയ പീസായിട്ടൊന്ന് മുറുക്കുന്നുണ്ട്. ക്രാബ് മുറുക്കുകയാണ്. അത് മെയിനായിട്ട് നമ്മൾ ക്രാബിലാണോ സ്പെഷ്യാലിറ്റി? സീ ഫുഡ് എല്ലാം നമ്മൾ സ്പെഷ്യലാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ക്രാബ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് നുറുക്കിയിട്ടുണ്ട്. ഈ ഒരു ചെറിയ രീതിയിൽ നുറുക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതിന് ഒരു ബാറ്റർ ഉണ്ടാക്കും. ബാറ്റർ ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ ബാറ്ററിലേക്ക് എൻ്റെ മസാലകളെല്ലാം പിടിക്കും. അതുകൊണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. എഗ്ഗ് മിക്സ് ചെയ്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇനി ചൈനീസ് മസാലകൾ, സാൾട്ട്, ഉപ്പ്, വൈറ്റ് പെപ്പർ, ഷുഗർ, ക്രഷ്ഡ് പെപ്പർ, ചില്ലി പൗഡർ, സോയാ സോസ് എല്ലാം കൂടി മിക്സ് ചെയ്യും. കുറച്ച് ഗ്രീൻ ചില്ലി സോസ് കോൺഫ്ലവർ യൂസ് ചെയ്യുന്നുണ്ട്. മൈദ, കോൺഫ്ലവർ ഉണ്ട്. പിന്നെ മൈദ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇത്തിരി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത്. ഒരു ചെറിയൊരു പേസ്റ്റ് പോലെ കിട്ടുന്നുണ്ട്. ഞാനതൊക്കെ നമ്മുടെ ക്രാബ് പീസസ് പെറുക്കിയിട്ടു. ഒന്ന് മാരിനേറ്റ് ചെയ്തു. ശരിക്കും ആ ഷെല്ലിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഞാൻ കയറി. അതെ, നല്ല രീതിയിൽ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മളത് ഓയിൽ ഫ്രൈ ചെയ്യണം. ഓയിൽ നമ്മൾ ഓൾറെഡി ഹീറ്റാണ്. ഓയിൽ ഹീറ്റാണ് സമയത്ത് നമ്മളൊന്ന് ഓയിൽ ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളൊന്ന് ഓയിലിട്ടൊന്ന് വറുത്തെടുക്കുകയാണത്. അപ്പോൾ ബാറ്ററിൽ വരേണ്ട ആ ഒരു ക്രാബ് മൊത്തം ഓയിലിൽ കിടന്നങ്ങ് അപ്പോൾ നമ്മളിങ്ങനെ കോരിയാണ് ആയിട്ടുണ്ട്. ബാറ്ററൊക്കെ ശരിക്കും പിടിച്ചങ്ങ് മുരിഞ്ഞു വന്നിട്ടുണ്ട്. സുരേഷൻ്റെ നാളോടെ എൻ്റെ വീട് പിറവത്തേക്ക് കൊണ്ടാൽ ആരക്കുന്നം നമ്മുടെ ടോമസൊക്കെ ഉള്ളത്. അപ്പോൾ പകുതി വർക്ക് കഴിഞ്ഞ് നമ്മുടെ മസാല മിക്സ് ചെയ്യാൻ തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ കടായി എടുത്തിട്ടുണ്ട്. ഗാർലിക്. അപ്പോൾ എണ്ണ ഇട്ടിട്ടുണ്ട്. എണ്ണയിലോട്ട് നമ്മൾ ഇത്തിരി ഗാർലിക് ഇട്ടിട്ടുണ്ട്. ചോപ്ഡ് ജിഞ്ചർ, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് ഗ്രീൻ ചില്ലി, ക്യാപ്സിക്കം ഇട്ടു. ഓണിയൻ ഇതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. സോട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മസാല ഉണ്ട്. ഇത്തിരി സെലറി ഇട്ടിട്ടുണ്ട്. സ്പ്രിംഗ് ഒണിയൻ ചോപ്പ് ചെയ്തിട്ടുണ്ട്. സ്പ്രിംഗ് ഒണിയൻ തന്നെ ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നു. നമ്മുടെ ക്രാബ് ഇത് കണ്ടോ? ക്രാബ് ഇതുപോലെ ആക്കി വെച്ചേക്കാണ്. നമ്മൾ ക്രാബ് ഇതുപോലെ ആക്കി വെച്ചേക്കാണ്. ഇനി ഇത് നമ്മൾ അതിനകത്തോട്ട് ഇപ്പം ഇടാൻ പോവാണ്. അപ്പോൾ നമ്മളിത് ഇടാൻ പോവാണ്.
ഇടുകയാണ്. അപ്പോൾ നമ്മൾ ഈ സോസിലോട്ട് ഈ ഒരു ഗ്രേവിയിലോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് സെമി ഗ്രേവി ടൈപ്പാണ്. അങ്ങനെ ഡ്രൈ ആക്കാം. ചില്ലി ക്രാബ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അങ്ങോട്ട് വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ക്രാബ് മീറ്റ് ബോൾസ് സ്റ്റാർട്ട് ചെയ്യാൻ പോയത്. ഒന്ന് ഒരു ബൗളിലോട്ട് മാറ്റി.